അപ്പൊ നെക്സ്റ്റ് ഡേ സൺഡേ ആയിരുന്നു. അപ്പൊ സൺഡേ ആകുമ്പോ നമ്മള് സത്യക്രിസ്ത്യാനികള് നമ്മുടെ യേശുറായിട്ട് ഒരു ഡീല് വെട്ടണല്ലോ. അപ്പൊ ആ ഡീല് വെട്ടിയിട്ട് ഞങ്ങള് നേരെ ഫീനിക്സ് മാളിലേക്ക് നടന്നു. മോർണിംഗ് ഒക്കെ അല്ലേ, ഒരു ഷോർട്ട് നടത്തും. പൂനെ സിറ്റിയിൽ ഇതുപോലെ ഇന്ത്യൻ ആർമിയുടെ കുറെ സ്ഥലങ്ങളുണ്ട്. ഫൈനലി ഞങ്ങള് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആയ ഫിനിക്സ് മാളിൽ എത്തി. ഫിനിക്സ് മാളിൽ എത്തിയപ്പോ തന്നെ മെറ്റൽ ബോൾസിൽ തീർത്ത ലോറി കണ്ടു, ദേ ഇത് കണ്ടു, ദേ അത് കണ്ടു. അങ്ങനെ എവിടെ നോക്കിയാലും ഫുൾ കളർഫുൾ ഐറ്റംസ്. അങ്ങനെ വെസ്പിന്റെ വിളി വന്നപ്പോ ഞങ്ങൾ എല്ലാരും കൂടി ഹൽദിറാംസിൽ കയറി. അവിടെ വെച്ച് ഞങ്ങളുടെ എബിൻ ബ്രോനെ വീണ്ടും കണ്ടു. ഈ പ്രാവശ്യം ആളാണല്ലോ പ്രിയതമയായിട്ട് വന്നിരിക്കുന്നത്. ഓ ക്യൂട്ട് കപ്പിൾസ് അല്ലേ ഗൈസ്. ക്രോസ് വേർഡ്സിൽ ഓഫർ ഉണ്ടെന്നാണ് കയറിയതാ. ഓഫർ ഇട്ട ബുക്കുകളാണെങ്കിൽ ഒരാള് പോലും വായിക്കില്ല. പിന്നെ നമ്മുടെ ക്യൂട്ട് കസിൻ കുട്ടിക്ക് ഒരു ടോയ് വാങ്ങാനായിട്ട് ഹാംലീസിൽ കയറി. ജോസേട്ടൻ കയറിയപ്പോ തന്നെ ചോദിച്ചു കുട്ടിയുടെ ബുദ്ധി വികാസത്തിനെ പറ്റി എന്തെങ്കിലും ടോയ് ഉണ്ടോന്ന്. ആദ്യം തന്നെ കാണിച്ചത് ഇതാ. ബുദ്ധി വികസിച്ചാൽ എനിക്ക് പോലും ഇത് കളിക്കാൻ പറ്റില്ല, പിന്നല്ലേ കുട്ടിക്ക്. പിന്നെ ക്യാപ്റ്റൻ അമേരിക്കയും സ്പൈഡർമാൻ ഹൾക്കിന്റെ ഒക്കെ നല്ല ക്യൂട്ട് കീച്ചൻ കണ്ടപ്പോ എടുക്കാന്ന് വെച്ചാ. അപ്പൊ നമ്മുടെ ജോസേട്ടൻ പറയാ ഈ തന്റെ ചായയുള്ള സാധനങ്ങളൊന്നും എന്റെ വീട്ടിൽ ഞാൻ കയറ്റില്ല. അപ്പൊ അതിന്റെ കാര്യം തീരുമാനമായി. പിന്നെ നമ്മുടെ സല്ലുവാര് ഷോപ്പിൽ കയറിയിട്ട് നിറച്ച് പോക്കറ്റുള്ള ഒരു പാന്റ് അങ്ങോട്ട് പടച്ചു. റാഫിയായിട്ട് അപ്പോഴേക്കും നമുക്ക് നാട്ടിൽ കൊണ്ടുള്ള സ്വീറ്റ്സും ബാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് തിരിച്ച് ഞങ്ങൾ ഫ്ലാറ്റിലെത്തിയിട്ട് ആദ്യം വിട്ടത് നമ്മുടെ കെയർ ടേക്കറിന്റെ അവിടെ നിന്ന് നമ്മുടെ ബ്രൂണോ കുട്ടൻസിൽ എടുക്കാനായിട്ട്. റാഫിയാട്ടിനെ കണ്ടപ്പോ ചെക്കന്റെ ഒരു സന്തോഷം കണ്ട ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ചെക്കനെ വണ്ടി കയറ്റിട്ട് നേരെ ഫ്ലാറ്റിലേക്ക് വിട്ടു. അപ്പൊ തൃശ്ശൂർക്കുള്ള റിട്ടേൺ യാത്ര നെക്സ്റ്റ് വീഡിയോയിൽ. ബൈ ബൈ.